പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന താലൂക്ക് തല അദാലത്തുകൾക്ക് ഇന്ന് തുടക്കമാകും. കളക്ടറേറ്റിലെയും താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത്. താലൂക്ക് തല അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് വച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വീണ്ടും അദാലത്ത് നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പൊതുജനങ്ങൾക്ക് അദാലത്തിൽ ഉന്നയിക്കാം. ഇന്ന് തിരുവനന്തപുരം, കോഴഞ്ചേരി, കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ താലൂക്കുകളിൽ അദാലത്ത് നടക്കും. തിരുവനന്തപുരം താലൂക്കിലെ അദാലത്ത് വഴുതക്കാട് വിമൻസ് കോളേജിലാണ്. പത്തനംതിട്ട, കോഴഞ്ചേരി താലൂക്കിലെ അദാലത്ത് പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. കോഴിക്കോട് താലൂക്കിലെ അദാലത്ത് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാളിലാണ് നടക്കുക. കോട്ടയം താലൂക്കിലേത് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിലും കണ്ണൂർ താലൂക്കിലേത് കണ്ണൂർ താലൂക്ക് ഓഫീസ് ഹാളിലും നടക്കും. karudal.kerala.gov.in എന്ന സൈറ്റ് വഴിയാണ് പരാതികൾ സമർപ്പിക്കേണ്ടത്. പരാതിക്കാർക്ക് സൈറ്റ് വഴി സ്വന്തമായോ അക്ഷയ സെന്റർ വഴിയോ താലൂക്ക് ഓഫീസിലെ ഹെൽപ്പ് ഡെസ്ക് വഴിയോ പരാതികൾ സമർപ്പിക്കാം. ഇതിനൊപ്പം അദാലത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുക്കിയ ഹെൽപ്പ് ഡെസ്കിലൂടെയും പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. പോർട്ടൽ വഴി ലഭിക്കുന്ന പരാതികൾ ജില്ലാ കളക്ടറേറ്റുകളിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അതേ പോർട്ടൽ വഴി അയച്ചു നൽകും. പരാതികൾ പരിശോധിച്ച് വകുപ്പുകൾ നടപടി സ്വീകരിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അതേ പോർട്ടൽ വഴി തിരികെ നൽകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.